ജൂലൈ 29 രാത്രി 11:45 പുഞ്ചിരിമട്ടം മേഖലയിൽ ആദ്യ മണ്ണിടിച്ചിലുണ്ടായപ്പോൾ ആരും വിചാരിച്ചതല്ല ഇത്രയും വലിയൊരു ദുരന്തം വയനാട്ടുകാരെ കാത്തിരിക്കുന്നുണ്ട് എന്ന്. പിന്നാലെ ഒരു മണിക്കൂറിനകം പുഞ്ചിരിമട്ടം, മട്ടമല, മുണ്ടക്കൈ, ചൂരൽമല മേഖലയിൽ അതിഭയാനകമായി നാശനഷ്ടം വിതച്ച് അവശിഷ്ടങ്ങൾ ഒഴുകിയെത്തിയ കാഴ്ച. അതിനും പിന്നാലെ മിനിറ്റുകൾക്കകം ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ ബ്രേക്കും ബെല്ലുമില്ലാത്ത ആവർത്തനം. പിന്നീടുള്ള മണിക്കൂറുകൾ നാടൊന്നാകെ നേരിട്ടോ അല്ലാതെയോ മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ ഒരു നാടിനൊപ്പം നിൽക്കുന്ന കാഴ്ച. റിയൽ കേരള സ്റ്റോറി എന്തെന്നൊരിക്കൽ കൂടി ലോകത്തിനു മുന്നിൽ നമ്മൾ കാണിച്ചു കൊടുത്ത സമയം. ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ നടക്കുമ്പോൾ അങ്ങ് പാർലമെൻറ്റിൽ കേരള വിദ്വേഷം മുഴങ്ങിക്കേട്ടത് മനുഷ്യരായവരെയെല്ലാം ഞെട്ടിച്ചതാണ്. കേന്ദ്ര സഹായം ആവശ്യപ്പെട്ടപ്പോൾ അമിത്ഷാ മുതൽ അങ്ങോട്ട് കേന്ദ്രമന്ത്രിമാർ അടക്കമുള്ളവർ ദുരന്തത്തിനിടയിലേക്ക് കേരള വിദ്വേഷത്തിൻ്റെ വിത്തുകൾ എറിഞ്ഞിട്ടു. അവിടെ മതത്തിൻ്റെ ജീർണ മനസ്സുകളുടെ കുത്തൊഴുക്കായിരുന്നു. ആ ദുരന്തത്തിന് കാരണം മലകൾ കയ്യേറിയ ഒരു മതവിഭാഗത്തെ ഇറക്കിവിടാതെ രാഷ്ട്രീയമായി ഉപയോഗിക്കപ്പെട്ടതാണ് എന്നുപോലും പറയാൻ മടിക്കാത്തൊരു കൂട്ടം അവിടെ ഉണ്ടായിരുന്നു. ഒരു സഹായവും പ്രഖ്യാപിക്കപ്പെട്ടില്ല.